നമ്മളിങ്ങനെ സുഭാഷിതം ചാനലിൽ സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അമ്പലം, അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രം, മറ്റ് ക്ഷേത്രങ്ങളെയൊക്കെ സംബന്ധിച്ച് കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. അതിന് നമുക്കൊരു ആഡിയൻസും ഉണ്ട് കേരളത്തിൽ. കേരളത്തിലല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പല രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ പല വിഷയങ്ങളും അവർ അയച്ചു തരാറുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ നമുക്ക് കൂടുതൽ ഒരുപാട് പേര് അയക്കുമ്പോൾ ആ വിഷയം നമുക്ക് തൊടാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ചില വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ആർത്തവം എന്ന് പറയുന്നത് ആർത്തവകാലത്ത് അശുദ്ധമാണ്. ഇവിടെ ആർത്തവ സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നത് ആർത്തവകാലമായതുകൊണ്ട് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള അത് പ്രായപൂർത്തിയാകുന്ന ആർത്തവകാലത്തായതുകൊണ്ട് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെടുത്തി കഥകളും കള്ളക്കഥകളും ഉപകഥകളും ഒക്കെ ഇറക്കി വലിയ തോതിലാണ് കൊച്ചിയിലൊക്കെ സ്ത്രീകളുടെ അവയവങ്ങൾ വരെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആ പ്രതിമകളൊക്കെ ഉണ്ടാക്കി അതിൽ പാലഭിഷേകമൊക്കെ നടത്തി ആർത്തവം വലിയൊരു ആർത്തവജാഥ തന്നെ കേരളത്തിലുണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വലിയ ആർത്തവ സമ്മേളനങ്ങൾ നടത്തി വലിയ തോതിലാണ് കേരളത്തിൽ 2018-19 കാലത്തിൽ ആർത്തവം ഇങ്ങനെ ബഹളമുണ്ടാക്കി. എന്താണ് ഇതിൻ്റെ ഒരു മറ്റൊരു തലത്തിലുള്ള ആത്മീയ തലം എന്നുള്ളത് ചർച്ചയ്ക്ക് വെക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില വീഡിയോസ് എനിക്ക് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ആർത്തവം നിക്ഷിപ്തമോ? പ്രത്യേകിച്ച് ഈ നിക്ഷിപ്തമോ എന്ന് ചോദിക്കുന്നത് പ്രധാനമായും ഹിന്ദു ആചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലോ. എന്താണ് ആർത്തവം എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കുഞ്ഞുനാളുകളിൽ ഇപ്പോൾ എൻ്റെയൊക്കെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ അത് ചെയ്തിട്ടില്ല, പക്ഷെ ബന്ധുക്കളുടെ പലരുടെ വീട്ടിലും അത് ചെയ്ത് ഞാൻ പല ഫംഗ്ഷനിലും പങ്കെടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾ വയസ്സറിയിക്കുക എന്നാണ് പറയുന്നത്. ആർത്തവകാലം തുടങ്ങുന്നത്, മെൻസസ് പീരീഡ് തുടങ്ങുന്ന ആ ദിവസത്തെ ആദ്യമായി പെൺകുട്ടി പുഷ്പിണിയാകുന്നു എന്ന് പറയും. പുഷ്പിണിയാകുന്നു എന്ന് പറഞ്ഞാൽ അവർ മെൻസസ് ആയി കുഞ്ഞിന് എന്നാണ് അർത്ഥം. ഒരു 14, 13, ചിലപ്പോൾ 10 മുതൽ അങ്ങ് തുടങ്ങും. ചിലർക്ക് 14 ശരീരത്തിൻ്റെ ഒരു പ്രകൃതി, കഴിക്കുന്ന ആഹാരം, ജങ്ക് ഫുഡ്, ഇങ്ങനെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് പെൺകുട്ടികൾ ആർത്തവം തുടങ്ങുന്നത്. അതിനെ പുഷ്പിണിയാവുക എന്ന് പറയും. വയസ്സറിയിച്ചു എന്ന് പറഞ്ഞ് വലിയ ചടങ്ങായിരുന്നു ഇന്ത്യയിൽ. ഇപ്പോഴും ആ ചടങ്ങ് ഒരുപാട് കുടുംബങ്ങളിൽ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, ആർത്തവകാലം ഏറ്റവും ശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. അത് അശുദ്ധിയുടെ കാലമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക എല്ലാ ദിവസവും മുട്ട കൊടുക്കുക, നല്ലെണ്ണ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ കൊടുക്കും, ഒരുപാട് ഫുഡ് കൊടുക്കും, പിന്നെ ഭയങ്കരമായ റെസ്റ്റ് കൊടുക്കും. 7 ദിവസത്തോളം അവരെ ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല. അവർക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലമായിരിക്കും. പൂജാമുറികൾ പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഒരിടത്തും അവർ വരാറില്ല. ബെഡ്റൂമിൽ പോലും അവർ പലപ്പോഴും വരാറില്ല. അവർക്ക് സെപ്പറേറ്റ് സംവിധാനം ഉണ്ടാവും. അങ്ങനെ വളരെ അവർക്ക് ഫുഡ് കറക്റ്റ് ടൈമിന് അവർക്ക് കൊടുക്കും. അങ്ങനെ മാനസികമായും ശാരീരികമായും ശരീരത്തിലെ ഹോർമോണുകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്ന ഒരു പീരീഡാണത്. അതുപോലെ തന്നെ മാനസികമായും അവർ സംഘർഷത്തിലേക്ക് പോകേണ്ട പീരീഡല്ല. മാനസിക സംഘർഷം ഉണ്ടായാൽ ബ്ലീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും അങ്ങനെ പോകരുത് എന്നുള്ളതുകൊണ്ട് അവരെ കെയർ ചെയ്തിരുന്നതായിട്ടാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം പറയുന്നത്. ഒരിടത്തും ആർത്തവക്കാരെ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പൂജാതി കർമ്മങ്ങളിലും അമ്പലങ്ങളിലും എന്തുകൊണ്ട് ഇവർ നിശ്ചിതരായി? അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ പോലെ ഓടിച്ചെന്ന് അമ്പലത്തിൽ ചെന്നിട്ട് ചാടി വരുന്ന കാലമല്ല. ശബരിമല 18ാം പടിയിൽ ഓരോ പടിയിലും തേങ്ങ അടിക്കണം. തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ കൈ കഴുകണം. അപ്പോൾ 18 പടിയിലേക്ക് തേങ്ങ അടിക്കണമെങ്കിൽ 18 തേങ്ങ വേണം. അതിന് കൈ കഴുകാൻ ആൾ വേണം കൂടെ. അപ്പോൾ 2 പേർ 3 പേര്, ഞാനിത് പുസ്തകത്തിൽ നിന്ന് പറയുന്നതാണ്. 3 പേരാണ്. അപ്പോൾ 3 അയ്യപ്പന്മാരാണ് ഒരു അയ്യപ്പന്, 2 അയ്യപ്പന്മാരാണ് ഒരു അയ്യപ്പനെ സഹായിക്കുന്നത്. വെള്ളവും കൊണ്ടുപോകണം. ഇതെല്ലാം കൊണ്ടുപോകുക, അവിടെ നിന്ന് കൊടുക്കുക ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ശബരിമലയിൽ തേങ്ങയൊക്കെ അടിച്ചിരുന്നത്. അപ്പോൾ വലിയ ആചാരങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പഞ്ചാക്ഷരി മന്ത്രം അമ്പലങ്ങളിൽ ചൊല്ലാറുണ്ട്. അത് സ്ത്രീകളും ചൊല്ലാറുണ്ട്, പുരുഷന്മാരും ചൊല്ലാറുണ്ട്. ആർത്തവകാലത്ത് അങ്ങനെ വായനയില്ല. ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ് ബോഡി ആൻഡ് മൈൻഡ് റെസ്റ്റ് ആണ്. ആ സമയത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാൻ അപ്പോൾ പക്ഷേ ഹരിനാമ കീർത്തനം ചൊല്ലിയാൽ മതി എന്ന് ഒരു രേഖയിൽ കിടപ്പുണ്ട്. പക്ഷേ ഹരിനാമ കീർത്തനവും ചൊല്ലാറില്ല. അത് ഒരു സ്ത്രീകളും അങ്ങനെ ചൊല്ലാറില്ല. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ഇതിനകത്ത് മറ്റൊരു അശുദ്ധിയുടെ വിഷയം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തുപ്പൽ, ഞാൻ അറിയാതെ എൻ്റെ മൂക്കിൽ നിന്ന് മൂക്കളയോ എൻ്റെ വായിൽ നിന്ന് തുപ്പലോ, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു വയറുവേദന എന്തെങ്കിലും വന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി, ബാത്റൂമിൽ ഓടിപ്പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഒരു വയറിളക്കമൊക്കെ വന്ന് എന്തെങ്കിലും വന്നെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ മോശമെന്ന് കരുതുന്ന വസ്തുക്കൾ എന്തെങ്കിലും പുറത്ത് വന്നാൽ ഞാൻ പോയി ഉടനെ അത് കഴുകി വൃത്തിയാക്കും. അങ്ങനെ എൻ്റെ കാലിൽ ഒരു മുറിവുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് രക്തമോ ചലമോ പഴുപ്പോ പൾസോ ഒക്കെ വന്നാൽ ഉടൻ തന്നെ ഞാൻ വൃത്തിയാക്കും. ഞാൻ തുപ്പുന്നത് മറ്റൊരാളുടെ പുറത്ത് വീണാൽ വലിയ അടിവരെ നടക്കും, സംഘർഷം വരെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ രക്തം എന്ന് പറയുന്ന രക്തമാണല്ലോ ബോഡിയിൽ നിന്ന് വരുന്നത്. ഈ രക്തത്തെ സംബന്ധിച്ച്, ഇങ്ങനെ വരുന്ന രക്തത്തെ സംബന്ധിച്ച് അങ്ങനെ വരുന്ന ഒരു കാലയളവിൽ
സ്വാഭാവികമായിട്ട് ഈ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി കുറേ അധികം സമയം നിൽക്കേണ്ടി വരും ചിലപ്പോൾ ക്യൂവിൽ. ഇങ്ങനെ പല കാരണങ്ങളുള്ളത് കൊണ്ട് സ്ത്രീകളെ ആ വീട്ടിൽ നിന്ന് പോലും പുറത്തിറക്കാത്തതായിരുന്നു പഴയകാല ചിന്തകളും ആചാരങ്ങളും. വീട്ടിൽ തന്നെ 7 ദിവസം തുടരുക, വളരെ മെൻ്റലി ഫിസിക്കലി ഹെൽത്ത് ഓക്കെ ആയതിനു ശേഷമാണ് അവരെല്ലാ കാര്യങ്ങളിലും പോയിരുന്നത്. അങ്ങനെയാണ് അമ്പലത്തിൽ നിന്ന് അവർ മാറ്റി നിർത്തപ്പെട്ടത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ രക്തത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായമുള്ളത്, അത് ശുദ്ധമായ രക്തമല്ല, അത് അശുദ്ധമായ രക്തമാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ബോഡിയിലെ അശുദ്ധമായ രക്തങ്ങൾ കൂടി, രക്തത്തിൻ്റെ പാർട്ട് കൂടിയാണ് പുറത്ത് പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ട്. അതിനെ സംബന്ധിച്ച് 2 അഭിപ്രായമുണ്ട്. ഞാനതുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നില്ല. എന്തായാലും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ തുപ്പൽ, കഫം, അതുപോലെ മൂക്കള, അങ്ങനെ ഞാൻ പറഞ്ഞ മൂത്രം, മല, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളതാണ്. ഇതല്ല പക്ഷെ രക്തമായാൽ പോലും പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു അശ്ലീലമായിട്ടും മോശമായിട്ടൊക്കെ കണക്കാക്കുന്ന ഒരു ജനതയാണ് നമ്മളിപ്പോൾ. വളരെ ഭയങ്കര ഹൈജീനിറ്റിയുടെ പ്രശ്നമുണ്ട്, പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ പ്രശ്നമുണ്ട്, അവർ വീട്ടിലാണ് സുഖമായി ഇരിക്കേണ്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഓഫീസിലൊന്നും പോകാറില്ലായിരുന്നു, ജോലിക്കൊന്നും പോകാറില്ലായിരുന്നു. അപ്പോൾ ആധുനിക സമൂഹത്തിൽ ഒരു ഡിമാൻഡ് ഉയർന്നു വരുന്നത്, പല രാജ്യങ്ങളും ഡിമാൻഡ് ഉയർന്നു വന്നിട്ടുണ്ട്. ചില രാജ്യങ്ങൾ അത് നിയമവുമാണ്. ആദ്യത്തെ 3 ദിവസം, ആർത്തവ കാലത്ത് ആദ്യത്തെ 3 ദിവസം ലീവ് കൊടുക്കും. ലീവ് കൊടുത്തവർ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ. ഇതിലെവിടെയോ സമൂഹത്തിൻ്റെ എവിടെയോ വെച്ച് അവർ അയിത്തക്കാരാണ് എന്നൊരു ചിന്ത എപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നം. നമ്മൾ ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും അങ്ങനെ. പക്ഷേ ഹിന്ദുക്കളുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞോ കേട്ടോ അറിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വ്യംഗ്യാർത്ഥത്തിലേക്ക് പോകാതെ വാച്യാർത്ഥം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ശബരിമല 18-ാം പടിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഇനിയൊരു വീഡിയോ ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്ങനെയാണ് ഒരു വിശ്വാസം അന്ധവിശ്വാസമായി മാറുന്നതും. അതിപ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പാടില്ല, കറണ്ട് കണ്ടുപിടിക്കാത്ത കാലത്താണ്, അതിൻ്റെ ശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുട്ടികളോട് പറയും പാവം കിട്ടും. മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ കുളിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുളിക്കൂല, തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ. അതിന് പകരം അവിടെ നിന്ന് പാവം കിട്ടും, പ്രേതം ശരീരത്തിൽ കയറുമെന്ന് പറഞ്ഞ്, അതായത് ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി പറഞ്ഞാൽ അതിന്റെ ശാസ്ത്രവും കാര്യകാരണ സഹിതവും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പറഞ്ഞാൽ കേൾപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഉപകഥകളും അപസർപ്പ കഥകളും കള്ളക്കഥകളും ഇറക്കും. അങ്ങനെ ഒരു കഥകളിൽപ്പെട്ട ഒരു വിഷയമാണ് ആർത്തവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ളത്. വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒന്നും ഇതിനെ സംബന്ധിച്ച് പറയുന്നില്ല. മാത്രമല്ല ഇന്ത്യയിൽ, ഭാരതത്തിൽ ദേവീ സമ്പ്രദായത്തിലും അമ്മയുടെ ഭാരതാംബ, അമ്മ, പിന്നെ അതുപോലെ തന്നെ ദേവീ സങ്കല്പത്തിൽ ദേവി ഉപാസന ഉള്ള ഒരു നാടാണ് ഇവിടെ. അപ്പൊ ദേവി ഉപാസന ഉള്ള നാട്ടിൽ ദേവി ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയും തിരിച്ചും പറയാൻ കഴിയുന്നത്? കുട്ടിയായ ദേവിയെ ഉപാസിക്കുന്നു, മുതിർന്ന ദേവി ഉപാസിക്കുന്നു, പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ആർത്തവം എന്ന് പറയുന്നത് ഒരു അശ്ലീലമേ അല്ല. പക്ഷെ ക്ഷേത്രത്തിൽ ഒഴിവാക്കി നിർത്തുന്നത് ഇതുപോലത്തെ കുറെ ഘടകങ്ങൾ പാലിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധമായ കാലകമായി ആർത്തവത്തെ കണക്കാക്കി ശരീരവും മനസ്സുമൊക്കെ ശക്തിപ്പെട്ടു വരട്ടെ. പെൺകുട്ടികളോടുള്ള അനുഭവം കൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് 3 ദിവസം അവധി കിട്ടട്ടെ.